സൂപ്പർ ലീഗ് കേരളൻ്റെ പ്രൊജക്ട് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൺടാപ്ഡ് ആയിട്ടുള്ള ടാലൻസ് ഒരുപാട് കേരളത്തിലുണ്ട് ഓരോ മൂലയിലും. അപ്പോൾ അത്തരത്തിലുള്ള ടാലൻസിന് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്കൗട്ടിംഗ് പ്രോഗ്രാമിലൂടെ നമ്മൾ SLKയും KFAയും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ Under-23 പ്ലേയേഴ്സാണ് നമുക്ക് ഒരു ഭാഗ്യം പോലെ കരുതുന്നത്. കേരളത്തിലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആണോ കേരളത്തിൽ? അൺടാപ്ഡ് ആയിട്ടുള്ള ടാലൻസിന് അല്ലെങ്കിൽ അതിന് ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ടാലൻസിനെ നമുക്ക് നമ്മുടെ റഡാറിലേക്ക് കൊണ്ടുവരാനും പറ്റും. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടീമിൽ ഉൾപ്പെടുത്താം. ഇനി ആരും ഇല്ലെങ്കിലും നമുക്ക് അതിനനുസരിച്ചൊരു ഫ്യൂച്ചർ പ്രിപ്പറേഷന് ഈ ഒരു സെലക്ഷൻ ട്രയൽ ഹെൽപ്പ് ചെയ്യും. ഇത്ര 6 ടീമിൻ്റെ 6 കോച്ചുമാരില്ലേ, സോ നമ്മളെ കളി ഈ കോച്ചുമാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു സംഭവമാണ്. നമ്മൾ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യണം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു ക്ലബ്ബ് നമ്മൾ നല്ല ലെവലിൽ ഒരു ISL സ്റ്റാൻഡേർഡിലോട്ട് തന്നെ കേരളത്തിൽ നിന്ന് ഏറ്റവും നമ്പർ 1 പ്ലെയേഴ്സിന് കൊടുക്കുക, അവർ ഇന്ത്യ കളിക്കുക. 6 ടീംസിൽ Under-23 ആൻഡ് ഓപ്പൺ കാറ്റഗറി 2 ഏജ് കാറ്റഗറിയിലും കേരളത്തിലുള്ള പ്ലെയേഴ്സിന് ഒരു അവസരം സൂപ്പർ ലീഗ് നൽകുകയാണ്. എന്നെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെയാണ്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വർക്ക് ചെയ്യുക. അതാർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അൺസ്റ്റോപ്പബിളായിട്ട് ഡ്രീം കാണുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ തേടി വരും, നിങ്ങൾ ഞങ്ങളെ തേടി വരേണ്ട കാര്യമല്ല. നിങ്ങൾ SLK ഫസ്റ്റ് ടീമിൽ വരാനായിട്ട് ഡ്രീം ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ടീമിലെത്താൻ പറ്റും. ഓക്കെ, യു ഹാവ് എ ഫ്യൂച്ചർ. ഇറ്റ്സ് എ ബിഗ് പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ ടൈമിൽ മഴ ആയതുകൊണ്ട് തന്നെ ഗ്രാസിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് കളിക്കാൻ. ടർഫായപ്പോൾ കൂടുതൽ പോസിബിളാണ് കളിക്കാൻ. പുതിയ പ്ലേയേഴ്സിൻ്റെ ഒപ്പം കളിക്കുമ്പോൾ ഓരോ ടെക്നിക്സ് ആണെങ്കിലും തിരിച്ചാണെങ്കിലും അത് നല്ലൊരു എന്താ പറയുക ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഓപ്പർച്യൂണിറ്റി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. കാരണം നല്ലൊരു പ്രോത്സാഹനവും കാര്യങ്ങളും നല്ല ഫാൻ ബേസും കാര്യങ്ങളെല്ലാം കിട്ടിയൊരു മേഖലയാണ്, ലീഗാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു മേജർ ലീഗ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിലേക്കൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഇന്ത്യൻ ഫുട്ബോളിലേക്കൊരു ചുവടെന്ന് പറയാം. Morning guys, you all played very well. Second season scouting program is നടക്കുന്നത്. This is the final lap. The number of players who have come forward and registered for this scouting program has been amazing. I'm very sure that we will be able to find out some of the good talents from the state, and നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു opportunity കിട്ടട്ടെ. So your talent, you can actually make use of that and get noticed. So all the best, do good.